ദ ടാഷ്കൻ ഫയൽസ്, അതിനുശേഷം ദ കശ്മീർ ഫയൽസ്. ഇതിൽ കശ്മീർ ഫയൽസ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരുന്നു, അറിയാലോ. അതിനുശേഷം ഈ സീരീസിലെ അവസാനത്തെ ചിത്രമാണ് ദ ബംഗാൾ ഫയൽസ്. ആക്ച്വലി ഈ സിനിമയുടെ ആദ്യത്തെ പേര് ദ ഡൽഹി ഫയൽസ് ബംഗാൾ ചാപ്റ്റർ എന്നായിരുന്നു. പിന്നീട് ഒരു ബംഗാൾ ഫയൽസ് എന്ന് മാറ്റുമായിരുന്നു. അതിൻ്റെ പേരിൽ ചെറിയ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിവേക് അഗ്നിഹോത്രി, ഈ പുള്ളിക്കാരൻ, ഈ പടം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത്ര എഫക്റ്റീവായിട്ട് ഇത്തവണ ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ഒരു പ്രൊസീജിയറാണ് ആക്ച്വലി ഈ സിനിമ എന്ന് പറയുന്നത്. രണ്ട് കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ രണ്ട് കാലഘട്ടം, ഒന്ന് പ്രസന്റ് ആണ്, പിന്നെ 1946 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ഡയറക്റ്റ് ആക്ഷൻ ഡേ. അതിനുശേഷം വന്നിരിക്കുന്ന ആ ഡയറക്റ്റ് ആക്ഷൻ ഡേയിൽ ഒരുപാട് കലാപവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അതായത് ഈ കൊൽക്കത്ത, അതായത് ബംഗാളിലുള്ള ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നടത്തിയിട്ടുള്ള ഒരു നരനായാട്ട് എന്ന് പറയാം. നോഖലി എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലം പാകിസ്ഥാന്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ പേരിലുള്ള ഒരു കലാപം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവർ ഇതിൽ സിനിമ ആക്കിയിരിക്കുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 3.5 മണിക്കൂറാണുള്ളത്. അതായത് 3.5 hours ഇവർ ഈ കഥ പറയാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് കാലഘട്ടമാണ്. ഒരു കാലഘട്ടം ഞാൻ ഈ പറഞ്ഞ 1946, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ജിന്ന, പിന്നെ മഹാത്മാഗാന്ധി, നെഹ്റു, ഇവരുടെ ഇടയിൽ നടക്കുന്ന ആ ഒരു, പിന്നെ ബ്രിട്ടീഷുകാരായിട്ട് നടക്കുന്ന ആ ഒരു പൊളിറ്റിക്സ്, ആ ഒരു സംഭവങ്ങൾ. അതിനുശേഷം പിന്നെ ഈ പറയുന്ന ഈ കൊൽക്കത്ത എന്ന് പറയുന്ന സ്ഥലം, അത് പാകിസ്ഥാന്റെ ഭാഗമാക്കാൻ വേണ്ടി അവിടെ നടന്നിരിക്കുന്ന കലാപം തുടങ്ങിയ കാര്യങ്ങളും, പിന്നെ പ്രസന്റ് ഡേയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പ്രസന്റ് ഡേയിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മൈനോറിറ്റി, ഇപ്പോൾ അവിടുത്തെ മൈനോറിറ്റി ആണല്ലോ മുസ്ലിംസ് എന്ന് പറയുന്നത്. അപ്പം മൈനോറിറ്റിയിലുള്ള ഒരു MLA ഉണ്ട്. അപ്പോൾ ആ MLA ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു കേസ് വരുന്നു. ഈ കേസ് അന്വേഷിക്കാനായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുള്ള CBI ഓഫീസർ ഈ പറയുന്ന ബംഗാളിലെത്തുകയാണ്. അപ്പോൾ ബംഗാളിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു CBI ഓഫീസറിനെ ഒരു സാധാരണ കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു പേടിയില്ല. അതായത് പുള്ളിക്കാരൻ പറയുന്ന, ആ CBI ഓഫീസർ പറയുന്ന ആ ഓർഡർ അനുസരിക്കുന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. കാരണം ഇവർക്കൊക്കെ CBI ഓഫീസറിന് പ്രത്യേകിച്ച് ഒരു പുല്ല് വിലയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടുത്തെ CBI ഓഫീസറിന് താൻ ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു ഫീല് വരികയാണ്. അവിടുത്തെ സാധാരണ ലോക്കൽ കോൺസ്റ്റബിൾ പോലും അനുസരിക്കുന്നില്ല. അവർക്കൊക്കെ പേടിയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ മൈനോറിറ്റി MLA എന്ന് പറയുന്നത് ഭയങ്കര ടെററാണ്. പുള്ളിയുടെ ഇലാക്ക ആണെന്നാണ് പറയുന്നത്. പുള്ളിയുടെ ഇലാക്കയിൽ പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ ഭയങ്കര ടെററൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്താണ് പുള്ളിക്കാരൻ ചെല്ലുന്നത്. അവിടെ നീതി, നിയമം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചതിനാണ്. അപ്പൊ ഈ അവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇയാളുടെ മുമ്പിൽ ഒരു വഴിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്നൊരു വഴിയില്ലാത്തപ്പോഴാണ് പല്ലവി ജോഷി ഇത് ഈ പറയുന്ന വിവേക് അഗ്നിഹോത്രി, അതായത് ഇതിന്റെ ഡയറക്ടറിന്റെ ഭാര്യയാണ് പല്ലവി ജോഷി. അപ്പൊ ഇതൊരു ഭാര്യയ്ക്കൊരു സിനിമ, ആ ഒരു കാറ്റഗറിയാണ്. അപ്പൊ ഇതിനകത്ത് പല്ലവി ജോഷിയുടെ അഭിനയം ബി ഫ്രാങ്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അമേച്ചർ പെർഫോമൻസ് ആണ്. പുള്ളിക്കാരി സ്ക്രീനിൽ വരുമ്പോഴത്തേനും ഒന്നാമത് വളരെ നെഗറ്റിവിറ്റിയാണ് ഈ സിനിമ നൽകുന്നത്. അതിന്റെ കൂടെ ഈ ഒരു ഓഞ്ഞ അഭിനയവും കൂടി ആവാൻ നേരത്ത്. അപ്പൊ ഈ ക്യാരക്ടർ, ഇവരുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഭാരതി ബാനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ഈ പഴയ കാലഘട്ടം ഒന്ന് ഓർക്കുകയാണ്. 1946 ഡയറക്റ്റ് ആക്ഷൻ ഡേ, ഈ ആക്ഷൻ ഡേയിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ മുഹമ്മദ് അലി ജിന്ന, ജവഹർലാൽ നെഹ്റു, പട്ടേൽ, ഇവരുടെ മൗണ്ട് ബാറ്റൺ പ്രഭു, ഇവരുടെയൊക്കെ ഒരു സമ്മേളനമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിഷൻ വേണോ വേണ്ടയോ എന്നുള്ള രീതിയാണ്. അപ്പൊ ജിന്ന എന്തുകൊണ്ട് മുസ്ലിം രാജ്യം വേണം എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നതെല്ലാം ആ ഒരു കലാപത്തിന്റെ ദൃശ്യങ്ങളാണ്. അവിടുത്തെയുള്ള ബംഗാളിലുള്ള ഹിന്ദുക്കളെ എല്ലാം വേട്ടയാടുന്ന മുസ്ലിങ്ങളാണ്, മുസ്ലിം ലീഗിന്റെ ആൾക്കാർ, പാകിസ്ഥാൻ അനുകൂലികളാണ്. അവര് നിഷ്കരണം എല്ലാവരും, അതായത് ഇതിന്റെ വയലൻസ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഭീകരത ഉണ്ടാക്കുന്ന ഒരു വയലൻസ് ആണ്. അതായത് ജയ്മാതാദി പറയുന്ന ആളുകളെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ആ ഒരു വെട്ടിക്കൊല്ലുക, ഈ വയലൻസ്. ഇപ്പോൾ പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന രാമസിംഹൻ, പഴയ അലി അക്ബർ, പുള്ളിക്കാരൻ ചെയ്ത പോലുള്ള സംഭവമല്ല. ആ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിയാണ് വരുന്നത്. പക്ഷെ ഈ പടം കാണുമ്പോൾ, ഇതിൽ വരുന്ന വയലൻസ് കാണുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഓട്ടോമാറ്റിക്കലി കൂടും. അത്ര എഫക്റ്റീവ് വയലൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഈ വയലൻസിൽ നമുക്ക് ഈ ഹിന്ദുത്വ ആ സിമ്പൽ അത് കാണിക്കുന്നു, അള്ളാഹു അക്ബർ, ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഒട്ടും പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല. പിന്നെ ഈ സിനിമ എന്താണ് പറയാൻ പറ്റുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഇതുപോലുള്ള രംഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത് തന്നെ. പക്ഷേ ഈ സിനിമയിലുള്ള ആ ഒരു പൊളിറ്റിക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ മഹാത്മാഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കാര്യമൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ഒരൊറ്റ സിനിമയിൽ കൂടി റിലീജിയൻ, മുസ്ലിം എന്ന് പറയുന്ന റിലീജിയൻ, പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഇവരെല്ലാത്തിനെയും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മഹാത്മാഗാന്ധി പറയുന്ന ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, നോവാക്കലി എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തുള്ള ഹിന്ദുക്കളെല്ലാം എത്രയും വേഗം പോകണം, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ മരണപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഹിന്ദു ക്യാരക്ടർ ചോദിക്കുകയാണ്, എൻ്റെ അമ്മയും എൻ്റെ പെങ്ങന്മാരെയും ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഇവന്മാർ വരുമ്പോൾ ഞാനത് എന്ത് ചെയ്യണം, ഞങ്ങൾ ആയുധം എടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് പറയുമ്പോൾ ബാപ്പു പറയണത്, ഹിന്ദു സ്ത്രീകളെ നിങ്ങൾ അത്ര സ്ട്രോങ് അല്ലാത്ത ആളുകളായിട്ട് കാണരുത്,
അങ്ങനെ ഏതെങ്കിലും ഒരു രാക്ഷസൻ അവരുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആത്മഹത്യ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ അഹിംസ എന്ന് പറയുന്ന ആശയം, ആ ആശയം എന്ന് പറയുന്നത് ആ ഒരു അഹിംസ എന്നുള്ള ആശയത്തിലൂടെ ഹിന്ദുക്കളെ മുഴുവൻ കൈകെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മളൊരിക്കലും ബാപ്പുവിൻ്റെ പാതയിൽ പോവേണ്ടവരല്ല. നമ്മൾ നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ അമ്മമാരെ രക്ഷിക്കാൻ വേണ്ടി ആയുധം എടുക്കണം എന്ന് പറഞ്ഞ് ആയുധം എടുക്കുന്ന ആ ഒരു ഐഡിയോളജി. അപ്പോൾ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ്, അതായത് ഇതിനകത്തൊരു ജസ്റ്റിസ് ക്യാരക്ടർ ഉണ്ട്. ജസ്റ്റിസ് ക്യാരക്ടർ ആ മുസ്ലിം ലീഗിൽപ്പെട്ട ഒരാൾക്ക് ജാമ്യം കൊടുത്ത ആളാണ്. അപ്പോൾ ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന നാഷണലിസം, സെക്യുലറിസം എല്ലാത്തിലും വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അയാളെ ജനമധ്യത്തിൽ നിർത്തിയിട്ട് സെക്യുലറിസം എന്നുള്ളൊരു സംഭവം ഇല്ല. കാരണം ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ബാക്കിയുള്ളവരെല്ലാം കാഫറുകളാണ്. അപ്പോൾ ഈ കാഫറുകൾക്ക് ജീവിച്ചിരിക്കാൻ തന്നെ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം മുസ്ലിം ആളുകൾ ഒരു സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന, നാഷണലിസത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ വളരെ ക്രൂരമായി മർദ്ദിച്ച് കൊല്ലുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അള്ളാഹു അക്ബർ, വാങ്കുവിളി, ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ വരികയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ പിന്നെ കോൺഗ്രസ്, അവിടെയുള്ള ഒരു കോൺഗ്രസിൻ്റെ ഓഫീസ് ഉണ്ട്. ഈ കോൺഗ്രസിൻ്റെ ഓഫീസ് മുഴുവൻ തല്ലി തകർക്കുകയാണ്. തല്ലി തകർത്തിട്ട് പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇവർ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും അല്ല പറയുന്നത്, ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ വെറുതെ നോക്കോത്തികളാണ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതുപോലുള്ള സിനിമകളിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് ഹിന്ദു മുസ്ലിം ആ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ മുസൽമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവും ഇതുപോലുള്ള പടങ്ങളിൽ. കാരണം ഇതൊരു ജസ്റ്റ് അതൊരു ന്യൂട്രലിൽ പോകുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ക്യാരക്ടർ അവർ കൊണ്ടുവരും. എന്നിട്ട് അയാൾ നല്ല മുസ്ലിമാണ് എന്നുള്ള. ഇപ്പം ഈ പടത്തിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നല്ല മുസ്ലിമിനെ ഒന്നും കാണിക്കേണ്ട ആവശ്യം ഇവർക്കില്ല എന്ന് നല്ലപോലെ ഇവർക്ക് അറിയാം. അങ്ങനെയുള്ളൊരു ക്യാരക്ടറിനകത്ത് വരുന്നത് സർദാർ ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു സർദാറാണ്, ഒരു പഞ്ചാബിയാണ്. അങ്ങനെ ഈ ഹിന്ദുക്കൾക്കും പഞ്ചാബി ആ ഒരു മതത്തിനും എതിരായിട്ട് നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു സമുദായത്തെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഈ സമുദായം എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള മതവെറി പിടിച്ചിട്ടുള്ള, ഈ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ആ രീതിയിൽ നിൽക്കുന്നതാണ്. പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്നതിനേക്കാൾ അവരുടെ മതം ഉണ്ടല്ലോ, അതായത് ഈ മുസ്ലിം മതത്തെയാണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ നിസ്സഹായതയാണ് കൂടുതലും കാണിക്കുന്നത്. കാരണം മൈനോറിറ്റി എന്ന് പറയുന്ന ആളുകൾ ഭീകരരാണ്. ആ ഭീകരരായിട്ടുള്ള ആളുകളാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു CBI ഓഫീസർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. ആ CBI ഓഫീസർ പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഈ മൈനോറിറ്റി MLA അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അയാളുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഈ പവർ, ഈ മൈനോറിറ്റി പവർ എന്ന് പറയുന്നത് കൊണ്ട് ഒന്നും ചെയ്യില്ല. ഈ പറയുന്ന MLA കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയിട്ടാണ് ഈ CBI ഓഫീസർ തിരിച്ചു പോകുന്നത്. ഇവർ തമ്മിലുള്ളൊരു ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ ഡയലോഗ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ, അതായത് ഈ മൈനോറിറ്റി ആൾക്കാരുണ്ടല്ലോ, മൈനോറിറ്റി ആളുകൾ വന്ന് നമ്മളുടെ വീട്ടിലെ അമ്മ പെങ്ങന്മാരെയൊക്കെ റേപ്പ് ചെയ്യും, അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണോ എന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ആ മൈനോറിറ്റി MLA പറയുന്നത് അത് കറക്റ്റാണ്, നിങ്ങളാ പറഞ്ഞത്, നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കണം. ആ രീതിയിലുള്ള ഒരു ഇന്ത്യയാണ് ഈ സിനിമയിൽ പ്രസന്റ് കാലഘട്ടം എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നടന്നത് എന്താണ് എന്നുള്ളത് എപ്പോഴും ഡിബേറ്റാണ്. കാരണം ഇപ്പോൾ ഓരോ എന്ത് രാഷ്ട്രീയമാണ് ഓരോരുത്തർക്കുള്ളത്, അതിനനുസരിച്ച് ഡിബേറ്റാണെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ഇത് കോൺഗ്രസിനെതിരാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, പുള്ളിക്കാരൻ തെറ്റായിരുന്നു. ഒരു ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു സീനുണ്ട്. അഹിംസയാണ് എല്ലാവരും ചെയ്യേണ്ടത്, ഹിന്ദുക്കളോട് പ്രത്യേകിച്ച് നിങ്ങൾ തിരിച്ചാക്രമിക്കാൻ പോകരുത് എന്നുള്ള രീതിയിൽ ബാപ്പു പറഞ്ഞു എന്നുള്ളൊരു ആ ഒരു കാര്യങ്ങളാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അതിൽ ഒരു സ്ത്രീ മഹാത്മാഗാന്ധിയുടെ അടുത്ത് എത്തിയിട്ട് ഒരു സ്വന്തം ഭർത്താവിൻ്റെ എല്ല്, അതായത് അയാളെ ജീവനോട് ചുട്ടിരിച്ചെന്തോമാണ്, അയാളുടെ ഒരു എല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് മഹാത്മാഗാന്ധിയുടെ അടുത്ത് പറയും, നിങ്ങളാണ് പറഞ്ഞത് നമുക്ക് സമാധാനം മതി, എന്നിട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു അസ്ഥി കഷ്ണമാണ് എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള വിധത്തിൽ തലയിൽ കൈകൊണ്ട് തല്ലുന്ന, തലയിൽ ഇങ്ങനെ അടിക്കുന്ന ആ രീതിയിലുള്ള സീൻസ് എല്ലാം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഏത് പാർട്ടിക്ക് ഏത് രീതിയിൽ അനുകൂലമാവുന്നു എന്നുള്ളതൊക്കെ ഒരു ചർച്ചാ വിഷയമായിട്ടാണ് നിൽക്കട്ടെ. പക്ഷെ ചരിത്രത്തിൽ നടന്ന ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം മനഃപൂർവ്വം മറച്ചു വെച്ചു, അതായത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പബ്ലിക്കിനെ അറിയിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമ ഇറക്കുന്നത്. അതായത് ബംഗാൾ ഫയൽസ് അതുകൊണ്ട് ഇറക്കി എന്നുള്ളതാണ് പറയുന്നത്. ഭാരതി ബാനർജി എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ യങ്ങർ വേർഷൻ അവതരിപ്പിച്ചിരിക്കുന്ന സിമ്രത് കൗറാണ്. സിമ്രത് കൗറിന്റെ പെർഫോമൻസ് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ശാശ്വത ചാറ്റർജിയൊക്കെ സ്ട്രോങ് പെർഫോമൻസ് ആണ്. കാരണം പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കായാലും ഈ പറയുന്ന ഒരു മുസ്ലിം MLA അയാൾ ആ ക്യാരക്ടറിനോടല്ല വെറുപ്പ് തോന്നുന്നത്, ആ ക്യാരക്ടറിലൂടെ അയാളുടെ റിലീജിയൻ, അയാളുടെ മതം, ആ മതത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളോടൊക്കെ നല്ല രീതിയിൽ വെറുപ്പ് തോന്നുന്ന രീതിയിലാണ് പുള്ളിയുടെ
ഫാമിലി കാണിക്കുന്ന ഒരു സീനുണ്ട്. പുള്ളിയുടെ ഭാര്യ എന്ന് പറയുന്നത് ബുർക്കയൊക്കെ ഇട്ട് വരുന്ന അങ്ങനെ ഒരാളല്ല, വളരെ മോഡേൺ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം പേരുണ്ടെങ്കിലും ഇതൊന്നും ഇല്ലാതെ മുസ്ലിമിൻ്റെ ആ ഒരു വേഷവിധാനത്തിലും കാര്യങ്ങളിലൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ ഈ പറയുന്ന വിഷം തന്നെയാണ് എന്ന് പറയാതെ പറയുന്ന കുറച്ച് സീൻസ് ഉണ്ട്. അതായത് എല്ലാ ബോക്സും ടിക്ക് ചെയ്ത് പോവാണ്. അത് ഒരു രീതിയിലും രക്ഷപ്പെടരുത് എന്നുള്ള രീതിയിലുള്ള ഒരു പടമാണ്. രസമാണ്, കാരണം ഇങ്ങനെ ഇത്രയും ക്രിയേറ്റീവായിട്ട് എല്ലാ രീതിയിലും ചിന്തിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള സിനിമകൾ പേഴ്സണലി എനിക്കിഷ്ടമാണ്. ഇത് കശ്മീർ ഫയൽസ് പോലെ ഒരു വലിയ വിജയമായില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കശ്മീർ ഫയൽസ് പോലെ ഒരുപാട് ആളുകൾ ഇത് പടം കാണണം അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂറൊക്കെ ആക്കണം പടം. അതായത് വല്ല പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇറക്കണം. ഇങ്ങനെ 3.5 മണിക്കൂർ പടം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ ആളുണ്ടാവില്ല. അത് തന്നെയാണ് ഈ പടത്തിന് സംഭവിച്ചത്. സോ വിവേക് രഞ്ജൻ അഗ്നിഹോത്രി പുള്ളി ഭയങ്കര ടാലന്റഡ് ആണ്, രക്ഷയില്ലാതെ കഴിവാണ് പുള്ളിക്കുള്ളത്. കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള പടമൊന്നും എടുക്കാൻ പറ്റില്ല. പടം എടുക്കണമെങ്കിൽ ഇതുപോലെ എടുക്കണം.